ഇതോടെ നിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതെന്താ സംഭവം എന്നല്ലേ? പെരുന്നാളായാലും ബിരിയാണി കിട്ടണം, അത് നിർബന്ധ. ബട്ട് നമുക്ക് ബിരിയാണി തരേണ്ട ആള് അങ്ങ് ബാംഗ്ലൂരിലാണ്. സോ ആടെ നിന്നിട്ട് ബിരിയാണി സ്പോൺസർ ചെയ്തേക്കുവാണ് നമ്മളെ റഹീം. ഇതാണ് നമ്മളെ റഹീംക്ക. നിങ്ങൾക്ക് എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ, ബിരിയാണിയൊക്കെ ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും നോക്കില്ല, നേരെ വിട്ടു നമ്മൾ പ്രേമ കഫേയിൽ. ഇപ്പോൾ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ വരുന്നത്, മനസ്സിൽ വരുന്ന ആ ഒരു ഒറ്റ ഇമേജ് പ്രേമ കഫേ എന്നുള്ള ഒരൊറ്റ ഓപ്ഷനാണ് കേട്ടോ. അതിപ്പം അവരുടെ ടേസ്റ്റിലായാലും ക്വാണ്ടിറ്റിയിലായാലും ക്വാളിറ്റിയിലായാലും ഒക്കെ അടിപൊളി ജിൽ ബിരിയാണിയാണ് നമ്മൾ പ്രേമ കഫേയിലുള്ളത്. നമ്മൾ ഈവനിങ് ആണ് പോയത്, അതുകൊണ്ട് തന്നെ നമുക്ക് കല്ലുമ്മക്കായ് ബിരിയാണി മിസ്സായിപ്പോയി, അത് കിട്ടിയില്ല. കല്ലുമ്മക്കായ് ബിരിയാണി മനസ്സിൽ വെച്ചിട്ടേനു പോയത്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ചിക്കൻ ബിരിയാണി നമ്മൾ ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടുത്തെ ബിരിയാണി ഇത്രയും അടിപൊളിയാണെന്ന് എൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, അത് നിങ്ങൾക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോളും. കണ്ട എല്ലാ ഇലയുടെയും കിടപ്പ് കണ്ട. അപ്പം കണ്ണൂർ വരുന്നവരും നല്ല അടിപൊളി ബിരിയാണി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേമ കഫേയിലേക്ക് വിട്ടോ. മാർക്കറ്റ് റോഡ് നമ്മൾ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലിൻ്റെ അടുത്താണ് കേട്ടോ.